ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. അതിന്റെ അവസാനത്തെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താണ് ഫ്രിക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ്, സർക്കുലർ മോഷനിൽ എങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഫ്രിക്ഷൻ എന്നുള്ളത്, ഘർഷണം എന്നുള്ളത്. നമ്മളത് കേട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്: ചലനത്തെ എതിർക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു ബലമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ചലിക്കുന്ന പ്രതലങ്ങൾക്കിടയ്ക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ദോഷങ്ങളുണ്ട്. എവിടെയാണ് ഈ ഫ്രിക്ഷൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതിനെ ഒരു കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് വിളിക്കുക. പ്രതലങ്ങൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ആ പ്രതലങ്ങൾക്കിടയ്ക്ക് ചലിക്കുവാനുള്ള ഒരു പ്രേരണയോ അല്ലെങ്കിൽ ചലനം തന്നെയോ ഉണ്ടാകുമ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഓബ്ജക്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് ഇരിക്കുന്നതായിട്ട് വിചാരിക്കുക. ആ ബുക്കിന്റെ മാസ് m ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആ മാസിനെ, ആ ബുക്കിനെ ഭൂമി അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആകർഷിക്കുന്നുണ്ടായിരിക്കും സെന്ററിലേക്ക്. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് വെയിറ്റ് എന്നാണ്. സോ വെയിറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഒരു ആരോ മാർക്ക് കൊണ്ട് ഞാൻ അതിനെ കാണിച്ചിട്ടുണ്ട്. ബുക്ക് ടേബിളിന്റെ മുകളിൽ റെസ്റ്റിലാണ്. അതിന്റെ അർത്ഥം താഴത്തേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓബ്ജക്റ്റ് റെസ്റ്റിലുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പറയാം അതിന്റെ മുകളിൽ നെറ്റ് ഫോഴ്സ് ഇല്ല. അപ്പൊ താഴത്തേക്കുള്ള ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്ന തരത്തിൽ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് മുകളിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ടേബിള് ബുക്കിന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് യു റെപ്രസെന്റ് ഇറ്റ് ആസ് ആർ. ചില ബുക്കിൽ അത് n എന്നും ലേബൽ ചെയ്യാണ്ട്, നോർമൽ റിയാക്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആർ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിന്റെ മുകളിൽ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ക്യാപിറ്റൽ F എന്നാണ് ഞാൻ അതിന് സിമ്പിൾ കൊടുത്തത്. നോക്കൂ, ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ആ ബുക്കിന്റെയും ടേബിളിന്റെയും സർഫസിന്റെ ഇടയ്ക്ക്, ടേബിളിന്റെ സർഫസിലൂടെയാണ് ബുക്ക് തെന്നി നീങ്ങുന്നത്, സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ആ ടേബിളിന്റെ സർഫസിന്റെയും ബുക്കിന്റെയും സർഫസിന്റെയും ഇടയ്ക്ക് വരുന്ന പ്രതലങ്ങളിൽ ഞാൻ കൊടുത്ത ബലത്തിന്റെ ഫലമായി വസ്തു നീങ്ങിയിട്ടില്ലെങ്കിൽ, വസ്തുവിന്റെ മുകളിൽ ഞാൻ കൊടുത്ത ബലം കൊണ്ട് എന്തു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ? ചലിക്കുവാനുള്ള ഒരു ടെൻഡൻസി. നമുക്ക് ചലിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടായപ്പോൾ തന്നെ ആ പ്രതലങ്ങൾക്കിടയ്ക്ക് ചലനത്തെ എതിർത്തുകൊണ്ടുള്ള ഫോഴ്സും ഉണ്ടായി കഴിഞ്ഞു. അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഫോഴ്സ് കൊടുത്താൽ അതിന്റെ ഭാഗമായിട്ട് അത് നീങ്ങി പോകേണ്ടതാണ്. ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസ് ആണ്. അപ്പൊ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഫ്രിക്ഷൻ തുടങ്ങി. അപ്പൊ ഞാൻ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ബലം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ വസ്തു നീങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അതിന്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ കൊടുത്ത ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ മാത്രം ഉണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ബലം കൂട്ടിയപ്പോ ആര് കൂടിയിട്ടുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടിയിട്ടുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ബലം കൊണ്ട് നീങ്ങി പോകേണ്ടതാണ്. ഞാൻ മെല്ലെ 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 ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുന്നത് വരെ ഞാൻ ഫോഴ്സ് വർദ്ധിപ്പിച്ചപ്പോഴും വസ്തു നീങ്ങില്ല. വസ്തു നീങ്ങിയതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് അസംഷനിലെത്തും? ഞാൻ കൊടുത്ത ബലം വർദ്ധിപ്പിച്ചപ്പോൾ അതിന് അനുബന്ധമായി സർഫസിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വിലയും അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ കൊടുത്ത ബലത്തിന് അനുസരിച്ച് മാറ്റം കാണിക്കുന്ന ഫോഴ്സായി മാറിയില്ലേ? ഞാൻ കൂട്ടിയപ്പോ ഫ്രിക്ഷൻ ഫോഴ്സ് കൂട്ടി, ഞാൻ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സും വർദ്ധിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ കൊടുത്ത ബലവും ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ ഞാൻ അങ്ങോട്ടാണ് അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഫ്രിക്ഷൻ എന്തായിരിക്കും? ഈ പ്രതലങ്ങളിലൂടെ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്ലൈഡ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഒരു ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ആരോ മാർക്ക് അവിടെ വരച്ചു വെച്ചിട്ട് എഴുതി വെച്ചില്ല എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇപ്പൊ 4 ബലങ്ങൾ ആ ചിത്രത്തിലുണ്ട്: വെയിറ്റ്, നോർമൽ റിയാക്ഷൻ, അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ
അപ്ലൈഡ് ഫോഴ്സ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വലയും കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടും ഒരേപോലെ കൂടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗ്രാഫിന്റെ സ്ട്രക്ചർ എന്താ? സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് എ ഡെഫിനിറ്റ് സ്ലോപ്പ്. രണ്ടുപോലെ ഒരേപോലെ ലീനിയർ റിലേഷൻ. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തുന്നത് വരെ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് കൂടും. അതും കഴിഞ്ഞ് ഞാൻ കൊടുത്ത ഫോഴ്സ് ഒരു പരിധി വിട്ടാൽ ഈ ബുക്ക് ഈ ടേബിളിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്തു പോകും. നോക്കൂ, സ്ലൈഡ് അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത് വരെ പരമാവധി അത് ചലനത്തെ എതിർക്കും, മാക്സിമം ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്. പിന്നെയും ഞാൻ ഫോഴ്സ് കൂട്ടിയാൽ പിന്നെ ഫ്രിക്ഷനെ സ്വയം ക്രമീകരിക്കാൻ പറ്റില്ല. ഇതുവരെ അത് സ്വയം ക്രമീകരിച്ചു. ഞാൻ കൂട്ടിയപ്പോ അയാളും കൂട്ടി, ഞാൻ കുറച്ചപ്പോ അയാൾ കുറച്ചു. പക്ഷെ പെർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ് അയാളുടെ എതിർപ്പിനെ ഓവർകം ചെയ്തുകൊണ്ട് അയാളുടെ എതിർപ്പിനേക്കാൾ വലിയ വിലയിലേക്ക് എത്തിക്കൊണ്ട് ഈ ഓബ്ജക്റ്റ് സർഫസിലൂടെ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെ അപ്ലൈ ചെയ്തതിനേക്കാൾ ഒരു ഈസിനെസ് ഉണ്ട്, ഒരു സുഖമുണ്ട് ഈ ഓബ്ജക്റ്റ് സർഫസിലൂടെ നീങ്ങാൻ തുടങ്ങും. ഒരു ഈസിനെസ് വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അതുവരെ കൊടുത്ത ആ മാക്സിമം വിലയിൽ നിന്ന് സ്വല്പം ഫോഴ്സ് ചലനത്തെ എതിർക്കുന്ന ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഒരു വസ്തുവിനെ തള്ളി നീക്കാൻ തുടങ്ങുമ്പോൾ നീക്കുന്നത് വരെയാണ് അതിന്റെ മാക്സിമം. അതാണ് ചലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെ ചലനം നിലനിർത്താൻ അതേ ഫോഴ്സ് കൊടുത്താൽ മതി. ആ ചലനം തുടങ്ങുന്ന സമയത്ത് സർഫസുകൾക്കിടയ്ക്ക് വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു സ്വല്പം കുറവ് സംഭവിക്കുന്നുണ്ട്. എന്ന അർത്ഥത്തിൽ ഞാൻ ഈ ഗ്രാഫ് താഴത്തേക്ക് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ആ ഓബ്ജക്റ്റിനെ സർഫസിൽ ഒരേ വെലോസിറ്റിയിൽ നീക്കണമെങ്കിൽ ഫോഴ്സ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയാൽ അതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വില ഇനി കൂടാൻ പോണില്ല. ഇനി നിങ്ങൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയാൽ അത് വസ്തുവിന്റെ വേഗതയിലുള്ള വർധനവായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അപ്ലൈഡ് ഫോഴ്സിന്റെ വില കൂടിയത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വിലയിൽ കാര്യമായ മാറ്റമില്ല. ഫ്രിക്ഷണൽ ഫോഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് when one object is sliding over the other surface. അതുകൊണ്ട് ഞാൻ ഗ്രാഫിനെ എങ്ങനെ വരച്ചു? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ സൈഡ് ആണ് ഇത് കേട്ടോ. ഇത് അപ്ലൈഡ് ഫോഴ്സിന്റെ സൈഡ് ആണ്. അതുകൊണ്ട് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വില എന്തായി നിന്നു? കോൺസ്റ്റന്റ്. അപ്പൊ ഈ ഗ്രാഫിന്റെ ഇത്രയും പോർഷനിൽ വസ്തുവിന്റെ അവസ്ഥ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെയുള്ള പോർഷന്റെ അവസ്ഥ എന്താണ്? റെസ്റ്റിലാണ്, അനങ്ങാണ്ട് നിൽക്കുകയാണ് ആ ഓബ്ജക്റ്റ്. അതുകൊണ്ട് ഗ്രാഫിന്റെ ഈ പോർഷൻ നമ്മൾ വിളിക്കുക ദിസ് റെപ്രസെന്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. കാരണം വസ്തു അനങ്ങാതെ നിൽക്കുന്ന സമയത്തുള്ള ചലനം തുടങ്ങുന്നതിന് മുൻപ് വരെയുള്ള ഫ്രിക്ഷൻ ആണ്. ഇതാണ് അതിന്റെ ഏറ്റവും ഉയർന്ന വില. ഈ പോയിന്റ് വസ്തു റെസ്റ്റിലിരിക്കുമ്പോൾ സർഫസിന്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന മാക്സിമം ഫ്രിക്ഷന്റെ പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ടോപ്പ് വാല്യൂനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്തു സ്ലൈഡ് ചെയ്ത് നീങ്ങി തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ഒരു ഈസിനെസ് അനുഭവപ്പെടുന്നു. ഞാൻ പറഞ്ഞു സ്വല്പം ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുന്നുണ്ട് മാക്സിമം വാല്യൂവിനേക്കാൾ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോഴ്സ് കൂട്ടേണ്ട ആവശ്യമില്ല വസ്തുവിനെ ഒരേ വെലോസിറ്റിയിൽ ചലിപ്പിക്കാൻ. നിങ്ങൾ ഫോഴ്സ് കൂട്ടിയാലോ? ഫോഴ്സ് കൂട്ടിയാൽ വസ്തുവിന്റെ വേഗത വർദ്ധിക്കും, ആക്സലറേഷനിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും. കാരണം ഫ്രിക്ഷൻ അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ചലിച്ചു തുടങ്ങുമ്പോഴുള്ള ഈ ഫ്രിക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ചക്രമാണെങ്കിൽ അത് ഉരുളുകയാണ് ചെയ്യുക. ഞാൻ വെച്ചിരിക്കുന്നത് ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ അത് സ്ലൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. കൈനറ്റിക് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് എന്നും റോളിംഗ് എന്നും രണ്ടായിട്ട് മുറിക്കാറുണ്ടെങ്കിലും ജനറലായി ചലിക്കുന്ന സമയത്ത് അനുഭവപ്പെട്ട ഫ്രിക്ഷനെ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ. നിശ്ചലാവസ്ഥയിലുള്ള സമയത്ത് അനുഭവപ്പെട്ട ഫ്രിക്ഷനെ വിളിക്കുന്ന പേര് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. That means friction can be divided into two: static friction and kinetic friction. Maximum value of static friction is called limiting friction. Actually, what is friction? Friction means it is an opposing force. എന്തിനെയാണ് അത് ഒപ്പോസ് ചെയ്യുന്നത്? ചലനത്തെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, ചലിക്കുമ്പോൾ മാത്രമേ ഫ്രിക്ഷൻ ഉള്ളൂ. അല്ല, ചലനം തുടങ്ങുവാനുള്ള പ്രേരണ വസ്തുവിൽ ഉണ്ടായാൽ പോലും ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പൊ ഞാനൊരു ഫോഴ്സ് കൊടുത്തു, വസ്തു ചലിക്കാത്ത കേസ് നിങ്ങൾ കണ്ടു, അപ്പോഴും സർഫസിന്റെ ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ട്.
അപ്പൊ വസ്തുവിൽ ചലിക്കുവാനുള്ള പ്രേരണ വരികയും അല്ലെങ്കിൽ ചലിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ ചലിക്കുവാനുള്ള പ്രേരണയ്ക്കെതിരെയും ചലനത്തിനെതിരെയും പ്രതലങ്ങൾക്കിടയ്ക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടു തുടങ്ങും. That force is known as frictional force. That means frictional force is an opposing force comes between two surfaces in contact when there is a relative motion or a tendency of relative motion. ചലനത്തിന് പ്രേരണ ഉണ്ടാകുമ്പോഴോ ചലിക്കുമ്പോഴോ എതിർത്തുകൊണ്ടുണ്ടാകുന്ന ബലത്തെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ പ്രത്യേകത നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എന്താ? അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് ഫ്രിക്ഷൻ സ്വയം ക്രമീകരിക്കും. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. സ്വയം ക്രമീകരിക്കുന്ന ബലം എന്നാണ് അതിന്റെ. ഒരു പരിധി വരെ അത് സ്വയം ക്രമീകരിക്കും. കാരണം നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിയാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. സോ it will be represented by a straight line graph with a definite slope. Frictional force ന്റെ വില അപ്ലൈഡ് ഫോഴ്സിന് അനുസരിച്ച് കൂടി വരും. നോക്കൂ, ഈ പോയിന്റിൽ എത്തുമ്പോൾ അത് അതിന്റെ ഏറ്റവും വലിയ വിലയിൽ എത്തിയിരിക്കുന്നു. ഏത് ഫ്രിക്ഷൻ ആണ്? നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോഴുള്ള ഫ്രിക്ഷൻ. അതുകൊണ്ട് ഗ്രാഫിന്റെ ഈ പോർഷൻ വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ പ്രതലങ്ങൾക്കിടയ്ക്ക് ചലനത്തെ എതിർത്തുകൊണ്ടുള്ള ഫോഴ്സിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പോർഷൻ ഞാൻ എന്ത് വിളിച്ചു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദാറ്റ് പോർഷൻ റെപ്രസെന്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന് കിട്ടുന്ന ഒരു മാക്സിമം വിലയുണ്ട്, വിച്ച് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി ഫ്രിക്ഷൻ ആ സർഫസുകൾക്കിടയ്ക്ക് കൂടാൻ പോണില്ല, കാരണം അതിന്റെ പരിധി എത്തിക്കഴിഞ്ഞു. അതിനുശേഷവും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു എല്ലാം നീങ്ങാൻ തുടങ്ങുമ്പോൾ ഫ്രിക്ഷന്റെ വില സ്വല്പം കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ ഫ്രിക്ഷന്റെ വില പിന്നീട് അതേ വേഗതയിൽ വസ്തു നീങ്ങുകയാണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ഫോഴ്സ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ദാറ്റ് മീൻസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ടു സർഫസ് റിമെയിൻസ് കോൺസ്റ്റന്റ് when there is a relative motion. ഈ ഗ്രാഫിന്റെ സ്ട്രേറ്റ് ലൈൻ പോർഷൻ, സ്ലോപ്പ് ഇല്ലാത്ത സ്ട്രേറ്റ് ലൈൻ പോർഷൻ കാണിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. കാരണം ഈ പോർഷനിലാണ് വസ്തു ചലിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നർത്ഥം. ഇനി നിങ്ങൾ ഫോഴ്സ് കൂട്ടിയ വസ്തുവിന്റെ വേഗത സ്വാഭാവികമായി ബാധിച്ചോളും. സോ ദിസ് ഗ്രാഫ് റെപ്രസെന്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദിസ് പോർഷൻ റെപ്രസെന്റ് കൈനറ്റിക് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്തുകൊണ്ടാണ് ഈ പ്രതലങ്ങൾക്കിടയ്ക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് വന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ പ്രതലങ്ങളും റഫാണ്, പരുപരുത്തതാണ്. പരുപരുത്ത പ്രതലങ്ങളെ നമുക്ക് ബുക്കിന്റെ പ്രതലാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. അടുത്ത പ്രതലം നോക്കൂ, ഈ ഗ്യാപ്പിൽ കയറി നിൽക്കുന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആ പീക്ക് പോയിന്റുകൾക്കിടയ്ക്ക് ഒരു ലോക്ക് വന്നതുപോലെയാണ്, ഒരു ഇന്റർലോക്ക് വന്നതുപോലെയാണ് സർഫസുകൾ. ഒരു സർഫസ് അടുത്ത സർഫസുമായിട്ട് അപ്പൊ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന് അഡീഷൻ നാം വിളിക്കുക, അഡിസീവ് ഫോഴ്സ് എന്നാണ് വിളിക്കുക. ഡിഫറെന്റ് പാർട്ടിക്കിളുകൾ തമ്മിലുള്ള ഫോഴ്സ്. ഈ റഫ്നെസ് സർഫസിൽ ഉള്ളത് കൊണ്ടാണ് സർഫസിൽ ചലനത്തെ എതിർത്തുകൊണ്ട് അത് ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സർഫസിലെ റഫ്നെസ് കുറച്ചാൽ മതി. സർഫസിലെ റഫ്നെസ് കുറയ്ക്കും തോറും ഫ്രിക്ഷന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. പരമാവധി നിങ്ങൾ ആ സർഫസ് സ്മൂത്ത് ആക്കിയാൽ ആ പ്രതലങ്ങൾക്കിടയ്ക്ക് കാര്യമായ ഫ്രിക്ഷൻ ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് സീറോ ഫ്രിക്ഷനിലേക്ക് എത്തിക്കുക എന്നാണ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതുകൊണ്ട് നിശ്ചലാവസ്ഥയിലുള്ള ഫ്രിക്ഷനെ ഞാൻ പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ അത് ഹെഡിങ് ഇങ്ങനെ എഴുതേണ്ടി വരും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പ്രത്യേകത എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഒരു ഓബ്ജക്റ്റ് വേറൊരു ഓബ്ജക്റ്റിന് മുകളിൽ ഇരിക്കുമ്പോൾ ആ ഓബ്ജക്റ്റിന് ഒരു ഡെഫിനറ്റ് മാസ് ഉണ്ട് കേട്ടോ, അപ്പൊ ഒരു വെയിറ്റ് ഉണ്ട് കേട്ടോ, അപ്പൊ ഒരു റിയാക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾ അതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ആ ഫോഴ്സ് വസ്തുവിനെ ചലിപ്പിക്കുന്നത് വരെ പ്രതലങ്ങൾക്കിടയ്ക്കുണ്ടായ ഫോഴ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിച്ചത്. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രതലങ്ങൾക്കിടയ്ക്ക് വളരെയധികം സ്മൂത്ത്നെസ് ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വിലയിലേക്ക് പോകും. റഫ്നെസ്, സ്മൂത്ത്നെസ് കുറയുക അഥവാ റഫ്നെസ് കൂടിയെന്ന് വിചാരിക്കുക, നിങ്ങൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും അതിനെ ടെൻഡൻസി എന്താ ചലനത്തിലേക്ക് എത്തിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ ടു സർഫേസ് ഇൻ കോണ്ടാക്ട്. സ്പർശിച്ചു വരുന്ന ഒന്നോ അടുത്തതിന്റെ മേലിൽ വരുന്ന ആ സർഫസുകളുടെ സ്മൂത്ത്നെസ്സിനെയാണ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന മാസ് ഒരു 10 കിലോഗ്രാം എന്ന് വിചാരിക്കൂ.
അത് ഒരു വലിയ ഏരിയയിലേക്ക് വെച്ചു. ആദ്യം ഒരു 10 മീറ്റർ സ്ക്വയർ വെച്ച്, പിന്നെ ഒരു 100 മീറ്റർ സ്ക്വയർ വെച്ച് വിചാരിക്കാം. എന്ന് വെച്ചാൽ ആ മാസിനെ അങ്ങ് അടിച്ചു പരത്തി. എന്നിട്ട് വീണ്ടും ഇതിനെ തള്ളാൻ ശ്രമിച്ചു. നോക്കൂ, ആദ്യം ചെറിയ ഏരിയ, പിന്നെ അതേ മാസിൽ വലിയ ഏരിയ. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതിനെ തള്ളാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം എന്താണ്? കൂടുതൽ പ്രതലം വരുന്ന സ്ഥലത്ത് കൂടുതൽ കോണ്ടാക്ട് വരില്ല, അപ്പൊ കൂടുതൽ ഫ്രിക്ഷൻ വരിക എന്നുള്ളതാണ്. പക്ഷെ ആ ഇന്റർലോക്കിംഗ്, ഞാൻ വരച്ച പീക്ക് വാല്യൂ പോലെയുള്ള പോർഷൻ, ഇന്റർലോക്കിങ്ങിന്റെ അളവ് സെയിം ആയിട്ടാണ് നമ്മൾ ഏരിയ വലുതാക്കുന്നതെങ്കിൽ നിങ്ങൾ ആ 10 കിലോഗ്രാം മാസിനെ ആദ്യം തള്ളി നീക്കിയ അതേ ഫോഴ്സ് മതി വീണ്ടും തള്ളി നീക്കാൻ. ചെറിയ പ്രതലാണോ വലിയ പ്രതലാണോ എന്നുള്ളതല്ല പ്രശ്നം. ചെറിയ പ്രതലത്തിൽ എത്ര ഇന്റർലോക്കിംഗ് ഉണ്ട്, അത്രയും ഇന്റർലോക്കിംഗ് വലിയ പ്രതലത്തിലും ഉള്ളുവെങ്കിൽ, മാസ് സെയിം ആണെങ്കിൽ എനിക്ക് ഉറപ്പിച്ചു പറയാം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വില ഇനി മാറാൻ പോകില്ല. നിങ്ങൾക്ക് നേരത്തെ തള്ളി നീക്കാൻ എന്ത് ഫോഴ്സ് ആണോ കൊടുത്തത് ചലനത്തിലേക്ക് എത്തിക്കാൻ, അതേ ഫോഴ്സ് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. ഏരിയ എത്ര ഉണ്ട് എന്നല്ല ഫ്രിക്ഷൻ നോക്കുന്നത്, പകരം ആ ഏരിയയിൽ എത്ര ഇന്റർലോക്കിംഗുകൾ ഫോം ചെയ്തു. ദാറ്റ് മീൻസ് നേച്ചർ ഓഫ് ദി ടു സർഫേസ്. ഇഫ് നേച്ചർ ഓഫ് ദി ടു സർഫേസ് ഈസ് സെയിം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് ഞാൻ ഈ എടുത്ത് പറഞ്ഞത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ, ബട്ട് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദി ടു സർഫേസ് ഇൻ കോണ്ടാക്ട്. പ്രതലങ്ങളുടെ സ്വഭാവം എന്ത്, പരുപരുത്തതാണോ മിനുസമുള്ളതാണോ എന്നതിനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നു. 2, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചു, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ കിട്ടു, ഓബ്ജക്റ്റ് റെസ്റ്റ് ആണ്, R= എന്താണ്, mg ആണ്. നോക്കൂ, ഈ സർഫസിനെ ഞാൻ ഒന്ന് ചരിച്ചു എന്ന് വിചാരിക്കാം, ഇങ്ങനെ പിടിച്ചു, വെയിറ്റ് mg ഇതാണ്, നോർമൽ റിയാക്ഷൻ ഇതാണ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്നതിന്റെ ഒരു ഭാഗം മാത്രം mg ബാലൻസ് ചെയ്യാൻ വേണ്ടു. ഒരേ മാസാണ് അതിന്, ഒരേ വെയിറ്റ് ആണ് അതിന്, മനസ്സിലായല്ലോ. പക്ഷെ സർഫസിന് കിട്ടുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടുന്ന റിയാക്ഷന്റെ അളവ് മാറി. ഈ വസ്തുവിനെ ഒന്ന് താഴത്തേക്ക് ചലിപ്പിക്കാൻ നമുക്ക് നേരത്തെ കൊടുത്ത ഫോഴ്സ് വേണ്ടി വരുമോ? വേണ്ടി വരും. അതിന്റെ അർത്ഥം എന്താ? ഫ്രിക്ഷൻ കുറവാണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് ആർക്കനുസരിച്ചിട്ടാ മാറുന്നത്? mgക്ക് അനുസരിച്ചിട്ടല്ല, മാസിനനുസരിച്ചിട്ടല്ല, സർഫസിന് പെർപെൻഡിക്കുലർ ആയി കിട്ടുന്ന റിയാക്ഷൻ അനുസരിച്ചിട്ടാണ്. So I can write the second law of static friction. Frictional force is directly proportional to normal reaction R. ചില ബുക്കിൽ R പകരം n എന്ന് കൊടുക്കട്ടാ, അപ്പൊ F proportional to n എന്ന് എഴുതാം. സ്റ്റാറ്റിക് ഫ്രിക്ഷനെ സംബന്ധിച്ചായതുകൊണ്ട് ഞാൻ ഇവിടെ S കൊടുക്കുകയാണ്. Static friction is directly proportional to the reaction, the perpendicular reaction to the surface, which is known as normal reaction. Proportionality മാറണമെങ്കിൽ എന്ത് വേണം? ഒരു കോൺസ്റ്റന്റ് വരണം. So I can write Fs equal to a constant. ആ കോൺസ്റ്റന്റ് ഞാൻ μs എന്ന് എഴുതണം. K എന്ന് വേണമെങ്കിൽ എഴുതാം, μs into R. That means μs equal to Fs by R. μs is a constant between the two surfaces in contact, which is known as coefficient of static friction. ആ μs എന്ന് പറയുന്നത് ഒരതാൻ തുടങ്ങിയ അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ച് മൂവ് ചെയ്യാൻ ടെൻഡൻസി കാണിക്കാൻ തുടങ്ങിയ ആ ഓബ്ജക്റ്റിന്റെ പ്രതലത്തിനും താഴെ വെച്ചിരിക്കുന്ന പ്രതലത്തിന്റെയും സ്വഭാവത്തിനനുസരിച്ച്, നാച്ചുറിനനുസരിച്ച് അവയ്ക്കിടയ്ക്ക് എങ്ങനെ സ്ലൈഡ് ചെയ്ത് നീങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഒരു ബുക്ക് ഒരു മരത്തിന്റെ ടേബിളില് നിങ്ങൾ സ്ലൈഡ് ചെയ്ത് നീക്കുന്നതും ബുക്ക് ഒരു ഗ്ലാസിന്റെ ടേബിളിൽ സ്ലൈഡ് ചെയ്ത് നീക്കുമ്പോഴും അനുഭവപ്പെടുന്ന ഫ്രിക്ഷന്റെ വിലയിൽ വ്യത്യാസമുണ്ട്. ആ വില എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന പ്രതലങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ഫ്രിക്ഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഏത് വസ്തു ഏത് സർഫസിൽ സ്ലൈഡ് ചെയ്തു പോകുന്നു എന്നിടത്തൊക്കെ വരും. അങ്ങനെ പ്രതലങ്ങൾക്കിടയ്ക്ക് ചലനം തുടങ്ങുന്നതിന് മുൻപും ഇതേ കോൺസ്റ്റന്റ് വരും, ചലനം തുടങ്ങിയാലും കോൺസ്റ്റന്റ് വരും. ചലനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ കോൺസ്റ്റന്റിന്റെ വില കുറച്ച് കുറവുണ്ടാവട്ടെ, അപ്പൊ അതൊരു വേറെ കോൺസ്റ്റന്റാ. ചലനം തുടങ്ങുന്നത് വരെ അതിനൊരു വേറെ വിലയാണ്. അപ്പൊ ഒരേ പ്രതലങ്ങൾക്കിടയ്ക്ക് എങ്ങനെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്.
ആ കോൺസ്റ്റന്റ് ആണ് ഈ സ്ഥിരസംഖ്യ. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരസംഖ്യ എന്നർത്ഥം, കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് വിച്ച് ഇസ് നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വില എന്ത് വരണം എന്ന് തീരുമാനിക്കുന്ന കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, വിച്ച് ഈസ് μs ഈക്വൽ ടു fs ബൈ r. ഇപ്പൊ ഞാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ സംബന്ധിച്ച നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞുട്ടാ. The frictional force acting between two surfaces when there is no relative motion, when there is only a tendency of relative motion, which is known as static friction. The friction between two surfaces when there is no relative motion is known as static friction. Laws. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ പ്രത്യേകതകൾ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇനി എന്തിനാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ ടു സർഫേസ് ഇൻ കോണ്ടാക്ട്. കോണ്ടാക്ട് വരുന്ന സർഫസുകളുടെ നേച്ചർ എന്ത് എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ആ വസ്തു ചലിച്ചു തുടങ്ങുന്നതിന് മുൻപേയുള്ള ഫ്രിക്ഷനെ വിളിച്ച പേരാണ് സ്റ്റാറ്റിക്. അതിന്റെ വില തീരുമാനിക്കുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര റിയാക്ഷൻ കിട്ടിയെന്നാണ്, വെയിറ്റ് എത്ര കൂടിയെന്നല്ല. ദാറ്റ് നോർമൽ റിയാക്ഷൻ proportionality മാറ്റുമ്പോ fs is equal to μs into r. μs is a proportionality constant which is known as coefficient of static friction. That is μs is equal to fs by r. രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്ക് ചലനം തുടങ്ങുന്നതിന് മുൻപ് വരെ അതിന്റെ വില, ഫ്രിക്ഷന്റെ വില എത്രയെന്ന് ഇയാൾ തീരുമാനിച്ചിരുന്നു. ഓക്കെ. അതേസമയം ഈ വസ്തു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആയ ലിമിറ്റിംഗ് ഫ്രിക്ഷനും കഴിഞ്ഞാൽ പിന്നെ വസ്തു ചലിച്ചു തുടങ്ങും. അതുകൊണ്ട് ആ ഫ്രിക്ഷനെ ഞാൻ വിളിക്കേണ്ട പേരെന്താണ്? കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. കൈനറ്റിക് ഫ്രിക്ഷനും ഇതേപോലെ കാര്യങ്ങളുണ്ട് കേട്ടോ. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന കൈനറ്റിക് ഫ്രിക്ഷനും ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന നേച്ചർ ഓഫ് ദ ടു സർഫസിനെയാണ്. ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം കൈനറ്റിക് ഫ്രിക്ഷനിൽ ഓക്കെയാണ്, which is independent of area but it depends on nature of the two surface in contact. പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ എത്തിയാൽ ഞാൻ പറഞ്ഞു ഫ്രിക്ഷന്റെ വില കുറച്ച് കുറവാണ് കൈനറ്റിക് സ്റ്റാറ്റിക്കിന്റെ മാക്സിമം കഴിഞ്ഞാൽ. അതുകൊണ്ട് കൈനറ്റിക് ഫ്രിക്ഷനെ ഞാൻ FK എന്നാണ് ലേബൽ ചെയ്യുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് and there is a movement. ആ FK എന്ന് പറയുന്നതും നോർമൽ റിയാക്ഷനെ നേരനുപാതത്തിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. വസ്തു റെസ്റ്റില് നിൽക്കുമ്പോൾ ഉണ്ടായ കോൺസ്റ്റന്റ് അല്ല വസ്തു ചലിച്ചു തുടങ്ങുമ്പോൾ വരുന്നത്. കാരണം രണ്ടിന് രണ്ട് ഫ്രിക്ഷണൽ വാല്യൂ. അതുകൊണ്ട് FK പ്രൊപ്പോർഷണൽ ടു R എന്ന് എഴുതിയാൽ FK ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു R എന്ന് എഴുതുമ്പോൾ അവിടെ എഴുതിയ μs പറ്റില്ല. കാരണം ചലിച്ചു തുടങ്ങുമ്പോൾ അവയ്ക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന ഫ്രിക്ഷന്റെ വിലയിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അവിടെ വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് μk. ആ വ്യത്യാസം വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഈസിനെസ് ഫീൽ ചെയ്തത്. സോ μk is equal to fk by r, where μk is called coefficient of kinetic friction, μs is called coefficient of static friction. ഇതിലേതിലാ ഫ്രിക്ഷന്റെ വില നമുക്ക് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്ത് ചലിച്ചു തുടങ്ങിയപ്പോ? അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എഴുതാൻ വരുന്ന കാര്യം എന്താ? μk less than μs എന്നുള്ളതാണ്. ഈ ഒരേ പ്രതലങ്ങളാണ്. ഒന്ന് നിശ്ചലാവസ്ഥയിലിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒന്ന് ചലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന കോൺസ്റ്റന്റ് ആണ്. ഇതേ സമയം ഇത് ഉരുണ്ടു പോകുന്ന അവസ്ഥയിലേക്കുള്ള ഷേപ്പിലേക്ക് മാറ്റിയാൽ അപ്പൊ നിങ്ങൾക്ക് ആ ചലനത്തിൽ കുറച്ചും കൂടി ഈസിനെസ് ഉണ്ടാവും. ഫ്രിക്ഷന്റെ വില പിന്നീട് കുറച്ചും കൂടി കുറഞ്ഞതായിട്ട് തോന്നും. അപ്പൊ അവിടെ വരുന്ന റോള് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന കോഎഫിഷ്യന്റ് ഇപ്പൊ പറഞ്ഞതിനേക്കാൾ സ്വല്പം താണതാ. അപ്പൊ ഒരേ പ്രതലങ്ങൾക്കിടയ്ക്ക് നിശ്ചലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഫ്രിക്ഷന്റെ വില തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. സ്ലൈഡ് ചെയ്ത് നീങ്ങുമ്പോൾ ഫ്രിക്ഷന്റെ വില തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. റോള് ചെയ്തു പോകുമ്പോൾ ഫ്രിക്ഷന്റെ വില തീരുമാനിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. റോള് ചെയ്യുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കുക കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ μr എന്നാണ്. μr μk-നേക്കാൾ ചെറുതാ. അപ്പൊ എനിക്കിങ്ങനെ എഴുതാം μr less than μk less than μs. ഏറ്റവും വലിയ ആള് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, തൊട്ടു താഴെ സ്ലൈഡിങ്, അതിനും താഴെ റോളിംഗ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷൻ രണ്ട് പ്രതലങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന എപ്പോഴാ? റോളിംഗ് വരുമ്പോഴാ. ബിക്കോസ് ഓഫ് ദിസ് റീസൺ വി ആർ യൂസിങ് ബോൾ ബെയറിംഗ്സ് ഇൻ വെഹിക്കിൾസ്.
ഈ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ബോൾ ബെയറിംഗുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്ന സമയം എപ്പോഴാ? റോളിംഗ് ആണ്. Because their constant value is smallest one. These are the laws of friction. Static friction, kinetic friction. കൈനറ്റിക്കിനെ ചില സമയത്ത് ഉരുണ്ടു പോകുന്ന സമയത്ത് എന്ത് വിളിക്കാം? റോളിംഗ് ഫ്രിക്ഷൻ. മൂന്ന് കേസിലും അനുഭവപ്പെടുന്ന കോൺസ്റ്റന്റുകൾ ഡിഫറെന്റ് ആണ്. ഒന്ന് മ്യൂ എഫ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ട് മ്യൂ കെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, മ്യൂ ആർ കോഎഫിഷ്യന്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ. ഏറ്റവും കുറഞ്ഞ വില വരുന്നത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്, കോഎഫിഷ്യന്റിനാണ്. ഈ ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ബോൾ ബെയറിംഗുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, ഒരു ഫ്രിക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു ടേമാണ് ഫ്രിക്ഷന്റെ ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ടെക്നിക്കലി ആണ് ഞാൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ളത് നോക്കിക്കോളൂ. നേരത്തെ വെച്ചിരിക്കുന്ന ബുക്ക് ടേബിളിന്റെ മുകളിൽ എന്ന് പറഞ്ഞിരിക്കുന്ന അതേ സംഭവം ഞാൻ ഇവിടെ വീണ്ടും വരച്ചിരിക്കുകയാണ്. എം മാസുള്ള ഓബ്ജക്റ്റ്, വെയിറ്റ് നേരെ താഴെ mg. സർഫസിന്റെ മുകളിൽ റെസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്ക് കിട്ടുന്ന റിയാക്ഷൻ R. നെറ്റ് ഫോഴ്സ് ഓൺ ദ ഓബ്ജക്റ്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് 0 ബിക്കോസ് ദ ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്തു, അങ്ങോട്ട് പിടിച്ചു തള്ളി. അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടാവുക, ഫ്രിക്ഷൻ നേരെ അങ്ങോട്ട് ഉണ്ടാവും. ഇപ്പൊ വസ്തുവിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന രണ്ട് ഫോഴ്സുകളെ നോക്കിക്കോളൂ. ഒരു റിയാക്ഷൻ, ഒരു ഫ്രിക്ഷൻ. ഈ രണ്ടിന്റെ റിസൾട്ടന്റ് കണ്ടാൽ, ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇതിന്റെ അനന്തര ഫലം വരുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും. എക്സാക്ട് നടുവിലൂടെ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വരണമെങ്കിൽ രണ്ട് ഈക്വൽ ആവണം, അതൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് ഉണ്ടാവും. when you find the resultant of normal reaction R and frictional force, this will be definitely lie between the two vectors by vector addition. നോക്കൂ, ഈ റിസൾട്ടന്റ് ഫോഴ്സ്, ഇതാണ് റിസൾട്ടന്റ്. നോർമൽ റിയാക്ഷനുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഞാൻ പറഞ്ഞു, ഇത് ടെക്നിക്കലി ഡിഫൈൻ ചെയ്യണം. എന്താണെന്നുള്ള കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത്. What is angle of friction? It is the angle between two forces. One is normal reaction and the other is resultant of frictional force and normal reaction. Frictional force ഇന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് കണ്ടാൽ ആ റിസൾട്ടന്റും നോർമൽ റിയാക്ഷന്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിളിനെ വിളിച്ച പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇപ്പൊ അതങ്ങ് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടന്റ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. നൗ ദിസ് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. നോക്കൂ, ഇത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ചെയ്യാം. ഒരു റൈറ്റ് ആംഗിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരുന്നത് ഈ ഡോട്ടഡ് ലൈൻ ആണ്. അഡ്ജസന്റ് സൈഡ് ആയിട്ട് വരുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ആ കാണുന്ന ചിത്രത്തിൽ ടാൻ തീറ്റ കണ്ടാൽ, എതിർവശം ബൈ സമീപവശം എന്നുള്ള ആശയം എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് എഫ് കിട്ടും, അഡ്ജസന്റ് സൈഡ് നോർമൽ റിയാക്ഷൻ കിട്ടും. So you get tan theta equal to fs by r. fs by r എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് mu s ആണ്. ഇപ്പൊ ഞാൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള ആശയം എടുത്തതോടുകൂടി ഞാൻ രണ്ട് പ്രതലങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന ഫ്രിക്ഷന്റെ വില തീരുമാനിക്കുന്ന കോൺസ്റ്റന്റിലേക്ക് എത്തി. That is advantage of taking angle of friction. If you know the angle and it is named as angle of friction,
If you know angle of friction, you can calculate what is the constant of friction between two surfaces when there is no relative motion, which is known as coefficient of static friction. രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്കുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വില തീരുമാനിക്കുന്ന കോൺസ്റ്റന്റ് എന്താണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കിട്ടിയാൽ മതി. അപ്പൊ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള ആശയം വന്നതോടുകൂടി നമുക്ക് അഡ്വാൻറ്റേജ് ആയി. When you know angle of friction, you can calculate the value of mu s. That is tan theta equal to mu s, where theta is known as angle of friction. ഇതിപ്പോ ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ 4 ഫോഴ്സ് അപ്ലൈ ചെയ്ത കണ്ടീഷൻ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതേ ആംഗിളിനെ തന്നെ ചിലപ്പോൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് വിളിക്കാറുണ്ട്. ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കണമെങ്കിൽ ഈ പ്രതലം ഫ്ലാറ്റ് ആയിരിക്കുന്നതിന് പകരം ചെരിവ് പ്രതലമായിരിക്കണം. ഞാനൊരു ചെരിവ് പ്രതലം വരയ്ക്കുകയാണ്. ഇത് ഫ്ലാറ്റ് ആയ സർഫസ്, അത് ചെരിച്ച് വരച്ചാൽ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ചെരിവ് പ്രതലം. ഈ ചെരിവ് പ്രതലത്തിന്റെ മുകളിൽ ഞാൻ ഈ ബുക്കിനെ കൊണ്ടുവച്ചു. വെയിറ്റ് എവിടേക്കുണ്ട്? താഴേക്കുണ്ട് 5. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരുണ്ട്? നോർമൽ റിയാക്ഷൻ. നോക്കൂ, ചെരിവ് പ്രതലം ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിള് തീറ്റയാണെന്ന് വിചാരിച്ചു. വസ്തു താഴത്തേക്കാണ് മൂവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? ഈ ചെരിവ് പ്രതലം നീങ്ങി 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 വന്നാൽ വസ്തു താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് വരാൻ നോക്കും. ശരിയല്ലേ? ഒരു പ്രത്യേക ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ നിരങ്ങി നീങ്ങി താഴത്തേക്ക് വരും. ആ നിരങ്ങി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിൽ നിർത്തുക. ദാറ്റ് മീൻസ് ദ കണ്ടീഷൻ ഓഫ് ദാറ്റ് ഓബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ കണ്ടീഷനിൽ അങ്ങോട്ട് നിർത്തുക. ഇപ്പൊ തൊട്ടാൽ താഴത്തേക്ക് വീഴും എന്ന കണ്ടീഷൻ. ആ സമയത്തേക്ക് ഇത് താഴത്തേക്ക് വീഴാനുള്ള ടെൻഡൻസി കാണിച്ചു നിൽക്കുന്നു, ചലിച്ചിട്ടില്ല. അപ്പൊ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് താഴത്തേക്ക് സ്ലൈഡ് ചെയ്ത് നീങ്ങുന്ന തന്നെ ഫ്രിക്ഷൻ എവിടേക്കാ? നേരെ മുകളിലോട്ടാണ്. സോ ദിസ് ഈസ് Fs. ഇതാണ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. പക്ഷെ ചിത്രം നോക്കിയാൽ അതൊരു ബാലൻസ്ഡ് കണ്ടീഷനിലല്ല. ഫോഴ്സുകൾ ബാലൻസ് ചെയ്യാൻ Fsന് ഓപ്പോസിറ്റ് എന്തെന്ന് നമുക്ക് കാണാനില്ല, ആറിന് നേരെ ഓപ്പോസിറ്റ് എന്ത് നമുക്ക് കാണാനില്ല. അപ്പൊ ഞാൻ mg എന്ന് പറയുന്ന വെയിറ്റിനെ, അതൊരു വെക്ടർ ആണ്, 2 ഭാഗമായിട്ട് മുറിക്കുകയാണ്. അങ്ങനെ മുറിക്കുമ്പോൾ ഓരോ ഫോഴ്സിനെയും ആര് ബാലൻസ് ചെയ്യുന്നുള്ളത് ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഞാൻ mg എന്ന് പറയുന്ന ഫോഴ്സിനെ എങ്ങനെ മുറിക്കണം നോക്കിക്കോളൂ. ആറിനെ ബാലൻസ് ചെയ്യാൻ ഒരു കഷ്ണം എങ്ങനെ വേണം? വേണ്ടേ? എങ്കിലും ആറിന് ഓപ്പോസിറ്റ് ആവുള്ളൂ. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഡോട്ടർ ലൈനും സ്ട്രേറ്റ് ലൈനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ തീറ്റ ആയിരിക്കും. കാരണം 2 ലൈനുകൾക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ അവയ്ക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. മനസ്സിൽ വെച്ചോളൂ, പലപ്പോഴും ചിത്രം വരയ്ക്കുമ്പോൾ ആവശ്യമില്ല. 2 സ്ട്രേറ്റ് ലൈൻ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറുകളുടെ ഇടയ്ക്കുള്ള ആംഗിളും തീറ്റയായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു സ്ട്രേറ്റ് ലൈൻ ബേസ്, അതിന് പെർപെൻഡിക്കുലർ ആണ് mg. വേറൊരു സ്ട്രേറ്റ് ലൈൻ ചെരിവ് പ്രതലമാണ്, അതിന് പെർപെൻഡിക്കുലർ ആണ് ഡോട്ടഡ് ലൈൻ. 2 പെർപെൻഡിക്കുലറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. എന്റെ വിരലുകൾക്ക് ഇടയ്ക്ക് നോക്കുക. അപ്പൊ അവയ്ക്ക് വരച്ച പെർപെൻഡിക്കുലറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്തായി? തീറ്റ. അപ്പൊ ഇവിടുത്തെ തീറ്റ അപ്പുറത്തേക്ക് എത്തി. ഇതേ സംഭവമുള്ളൂ. ഇപ്പൊ mg എന്ന് പറയുന്ന വെക്ടർ ഈ ഡോട്ടർ ലൈനുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു. mg വെക്ടർ ആയതുകൊണ്ട് മുറിച്ചാൽ mgയുടെ കോസ് കമ്പോണന്റ് അങ്ങോട്ട് പോകും. സോ ഇറ്റ് ഈസ് mg കോസ് തീറ്റ. അപ്പൊ അതിന്റെ ബാക്കി കഷ്ണമോ? മുറിക്കപ്പെട്ട ആള് 2 കഷ്ണങ്ങളാക്കിയാൽ അതിന്റെ ഇടയ്ക്ക് ഭാഗത്ത് എവിടെയും വരണം. അപ്പൊ ഒരു കഷ്ണം അങ്ങോട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കഷ്ണം ഇങ്ങോട്ട് ആക്ട് ചെയ്യും. എങ്കിൽ മാത്രമേ mg അതിന്റെ നടുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഭാഗത്ത് എന്ത് വരും? mg സൈൻ തീറ്റ. ഒന്ന് mg കോസ് തീറ്റ, ഒന്ന് mg. നോക്ക്, ഇപ്പൊ ചിത്രത്തിൽ റെസ്റ്റിൽ നിൽക്കുന്നതിന്റെ കണ്ടീഷൻ വളരെ എളുപ്പത്തിൽ മനസ്സിലായി. 4 ഫോഴ്സുകൾ 4 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നു. ദേ ആർ ബാലൻസ് ബിക്കോസ് ദർ ഈസ് നോ മോഷൻ. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ആരെ ബാലൻസ് ചെയ്യുന്നു എന്ന് പറയാം. അവിടെ ആരെ ബാലൻസ് ചെയ്യുന്നത്? mg sin theta. Fs നെ ബാലൻസ് ചെയ്യും. സോ ഐ ക്യാൻ റൈറ്റ് Fs is equal to mg sin theta. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് r mg cos theta ബാലൻസ് ചെയ്യും. സോ ഇറ്റ് ഈസ് r equal to mg cos theta. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഇതിനെ ഇതായിട്ട് ഹരിച്ചാൽ ലെഫ്റ്റ് സൈഡിൽ വരിക Fs by r equal to mg cancel ചെയ്തു, sin theta by cos theta. That is tan theta. What is Fs by r? There is no relative motion. Fs by r is called mu s. You again get the initial equation tan theta equal to mu s.
അപ്പൊ ഞാൻ ഈ ചിത്രത്തിൽ ചെരിവ് പ്രതലത്തിന്റെ ആംഗിൾ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അത് അവസാനിപ്പിച്ചപ്പോൾ ചെരിവ് പ്രതലത്തിന്റെ ആംഗിളിന്റെ ടാൻജന്റ് കണ്ടപ്പോൾ μs എന്ന ഇക്വേഷനിലാണ് എത്തിയത്. ഇത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞപ്പോ എഴുതിയ അതേ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ചെരിവ് പ്രതലം ഗ്രൗണ്ടുമായിട്ട് ഹൊറിസോണ്ടൽ പ്രതലവുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, because you obtained the same equation discussed in the earlier case. So angle of repose is also known as angle of friction. മനസ്സിലായല്ലോ? രണ്ട് രീതിയിലും ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറയാം. ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് എഴുതാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞ ആദ്യത്തെ എന്താ? ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ നോർമൽ റിയാക്ഷൻ ആൻഡ് റിസൾട്ടന്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് represented by theta. What is the importance of angle of friction? When you find the tangent of the angle of friction, you get coefficient of static friction. That is the importance. Tan theta equal to μs. New case, angle of repose. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് കൊണ്ട് ആദ്യം പറഞ്ഞത്? ചെരിവ് പ്രതലം ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. അങ്ങനെ ചെയ്തു പോയപ്പോ നിങ്ങൾ അവസാനിപ്പിച്ചത് എവിടെയാ? ആംഗിൾ ഓഫ് റീപോസിന്റെ ടാൻ തീറ്റ കണ്ടാലും μs കിട്ടും. അതിന്റെ അർത്ഥം ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തന്നെയാണ്. ഓക്കെ. So angle of friction is the angle produced by the inclined plane with the horizontal. അങ്ങനെയും പറയട്ടാ. ചെരിവ് പ്രതലം സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. When the object just begin to സ്ലൈഡ് ചെയ്ത് നീങ്ങുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള സമയത്ത് ചെരിവ് പ്രതലം ഉണ്ടാക്കിയ ആംഗിളിന്റെ പേര് എന്ത് തന്നെയാണ്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് തന്നെയാണ്. നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ആംഗിൾ ഓഫ് റീപോസ്. നോക്കൂ, ഈ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് ഈ ബോർഡുമായി സ്കെച്ച് വെച്ച് ഇങ്ങനെ ഭംഗിയായിട്ട് എഴുതി പോകാൻ പറ്റുന്നത് എന്റെ എഴുത്ത ബോർഡിൽ പിടിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. തീരെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ അവിടെ എഴുതാൻ പറ്റില്ല. എനിക്ക് ഭൂമിയിലൂടെ നടക്കാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ സ്കെച്ചിനെ ഞാൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത്, ഉറപ്പിച്ച് പിടിക്കുന്നത് ഈ പ്രതലങ്ങൾക്കിടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? വാഹനങ്ങളുടെ ഡിഫറൻഷ്യൽ സെക്ഷനിൽ നിന്നും വിവിധ വീലുകളിലേക്ക് എനർജിയെ കൈമാറ്റം ചെയ്യുന്നത് ഈ പൽചക്രങ്ങൾക്കിടയ്ക്ക് പല്ലുകൾക്കിടയ്ക്ക് ഗ്രിപ്പ് കിട്ടുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഗ്രിപ്പ് ഇല്ലായിരുന്നെങ്കിലോ വീലിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് നിൽക്കണമെങ്കിൽ, നമുക്ക് നടക്കണമെങ്കിൽ, നമുക്ക് ഓടണമെങ്കിൽ എന്ത് വേണം? ഫ്രിക്ഷൻ വേണം. അപ്പൊ ഫ്രിക്ഷനെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. There's a lot of advantages. പക്ഷെ ഫ്രിക്ഷൻ പ്രശ്നമുണ്ട് ട്ടാ. ഫ്രിക്ഷനെ കൊണ്ട് നമുക്ക് ഡീമെറിറ്റ്സുകൾ ഉണ്ട്. ഇപ്പൊ വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ എയർ ഒപ്പോസ് ചെയ്യും, എയറിന്റെ ഫ്രിക്ഷൻ വരും. അപ്പൊ നമുക്ക് വാഹനങ്ങളുടെ സ്പീഡ് കുറയും. വാഹനങ്ങളുടെ സ്പീഡ് കുറഞ്ഞ് വീണ്ടും സ്പീഡ് കൂട്ടണമെങ്കിൽ പെട്രോൾ നല്ലോണം കത്തിക്കണം, ഇന്ധനം കൂട്ടണം. അതുകൊണ്ട് ഫ്രിക്ഷൻ ചലനത്തെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നുണ്ട്. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ മാത്രമല്ല, പല്ലുകൾ തമ്മിൽ പൽചക്രങ്ങൾ തമ്മിൽ വരുന്നപ്പോ കുറച്ച് കഴിഞ്ഞാൽ തേയ്മാനം വരും, മെഷീൻസ് തന്നെ കേടാവും. സോ ഇറ്റ് പ്രൊഡ്യൂസ് വിയർ ആൻഡ് ടിയർ. തേയ്മാനത്തിന് യൂസ് ചെയ്യുന്ന വാക്കാണ് വിയർ ആൻഡ് ടിയർ. ഫ്രിക്ഷന് മെറിറ്റ് ഉണ്ട്, ഫ്രിക്ഷന് ഡീമെറിറ്റ് ഉണ്ട്. ഇപ്പൊ വാഹനങ്ങളുടെയൊക്കെ വേഗത കുറയുക എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ പ്രത്യേക ഷേപ്പിലാണ് കൺസ്ട്രക്ട് ചെയ്യുക, എയറിന് തുളച്ചു കയറുന്ന രീതിയിൽ. അത് ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. മെഷീനുകൾക്കിടയ്ക്ക് ഈ ഒരതൽ ബലം വല്ലാണ്ട് വന്നാൽ തേയ്മാനം ഉണ്ടാവും. തേയ്മാനം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ലൂബ്രിക്കൻസ് യൂസ് ചെയ്യും, ഓയിലുകള്, ഗ്രീസുകളൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ഫ്രിക്ഷനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, ഫ്രിക്ഷനെ കൊണ്ട് നമുക്ക് ദോഷമുണ്ട്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ നമ്മളുടെ കയ്യിൽ മെത്തേഡുകളുണ്ട്. വാഹനങ്ങളുടെയൊക്കെ ഷേപ്പ് എയർ റെസിസ്റ്റൻസിന് തുളച്ചു കയറുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് മെത്തേഡുകൾ ഉപയോഗിച്ച് ലൂബ്രിക്കന്റുകളോ ഓയിലുകളോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാം. അപ്പൊ ഫ്രിക്ഷനെ കൊണ്ട് ഗുണവും ദോഷവും ഉള്ളത് കൊണ്ട് ഫ്രിക്ഷൻ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇറ്റ് ഈസ് എ നെസസിറ്റി ഓഫ് ഈവിൾ. ഇറ്റ് ഈസ് എ നെസസറി ഈവിൾ. വളരെ അത്യാവശ്യമുള്ള, വളരെയധികം ഉപകാരങ്ങളുള്ള ഒരു ഈവിൽ ക്യാരക്ടറാണ് വസ്തുക്കൾക്കിടയ്ക്ക് വരുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വാഹനങ്ങള് വളവ് തിരിയുമ്പോൾ ഫ്രിക്ഷൻ എന്നാൽ പറയുന്ന ആളുകളുടെ റോള് വളരെ വലുതാണ്. നല്ലൊരു ഹെയർപിൻ വളവ് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഹെയർപിൻ വളവുകളിലൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മാക്സിമം സേഫ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട്. ആ വളവിൽ വാഹനം വളഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ ഇത്ര സ്പീഡിലേ പോകാവൂ, അതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ പോയാൽ ആ വളവിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകും, സ്കിഡ് ചെയ്യാന്ന് പറയുന്നത്.
വാഹനങ്ങൾ സ്കിഡ് ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു ഒപ്റ്റിമമായിട്ടുള്ള സ്പീഡിലെ വളവിലൂടെ പോകാൻ പാടുള്ളൂ. ആ സ്ഥലത്തൊക്കെ ഫ്രിക്ഷന് വലിയ റോളുണ്ട്. വാഹനത്തിന്റെ ചക്രവും റോഡും തമ്മിലുള്ള ഫ്രിക്ഷനാണ് എന്ത് വേഗതയിൽ വളവ് തിരിക്കണം വാഹനങ്ങൾ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അടുത്ത ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് അതാണ്. വളവ് തിരിയുക എന്ന് പറഞ്ഞാൽ അതൊരു സർക്കുലർ മോഷനാണ്. എന്താണ് സർക്കുലർ മോഷൻ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. വൃത്താകാരമായ പാതയിലൂടെയുള്ള ചലനത്തെ വിളിക്കുന്ന പേരാണ് സർക്കുലർ മോഷൻ. An object is moving along the circumference of a circle. നോക്കൂ, അങ്ങനെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവും. സർക്കുലർ മോഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താ? നിങ്ങൾക്ക് ഒരേ വേഗതയിൽ വേണമെങ്കിൽ കറങ്ങാം, പക്ഷെ ഒരേ വെലോസിറ്റിയിൽ കറങ്ങാൻ പറ്റില്ല. കാരണം വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഈ പോയിന്റിലാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓബ്ജക്ട് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇതാണ് റോഡിന്റെ വളവെങ്കിൽ വാഹനം വളവ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുമ്പോ ഈ പോയിന്റിലെ വെലോസിറ്റി ഇങ്ങോട്ടാവും. അടുത്ത പോയിന്റിൽ വെലോസിറ്റി ഡയറക്ഷൻ വരയ്ക്കുമ്പോ റോഡിന്റെ റേഡിയസ് വളവൊക്കെ സെയിം തന്നെ, പക്ഷെ ഈ പോയിന്റിലെ വെലോസിറ്റി ഇങ്ങോട്ടാവും. രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റുമോ? കറങ്ങുന്ന വേഗത ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ മാറി. അപ്പൊ ഇത് വി ആണെങ്കിൽ ഇത് വി പ്ലസ് ഡെൽറ്റ വി എന്നാ കൊടുക്കുക, പുതിയ വെലോസിറ്റി ആണ്. അപ്പൊ ഓരോ ഇൻസ്റ്റന്റിലും സർക്കുലർ മോഷനിൽ വെലോസിറ്റി ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. വെലോസിറ്റിയുടെ മാറ്റത്തെ കാണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ പേരെന്താ? ആക്സിലറേഷൻ. ദാറ്റ് മീൻസ് ഇൻ സർക്കുലർ മോഷൻ there will be definitely an acceleration. ആ ആക്സിലറേഷൻ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ നോക്കൂ, ഈ വൃത്തത്തിന്റെ സെന്ററിലേക്കാണ് അനുഭവപ്പെടുക. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, പകരം വൃത്തത്തിന്റെ സെന്ററിലേക്കാണ് ഈ ആക്സിലറേഷൻ നിൽക്കുക. അതുകൊണ്ട് അതിനെ AC എന്നാണ് എഴുതുക, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ ഇതാണ്, v²/r. റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ കൊടുക്കുക, ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്, സർക്കുലർ മോഷനില് നിർബന്ധമായും വൃത്തത്തിന്റെ സെന്ററിലേക്ക് സെന്റർ സീക്കിംഗ് ആക്സിലറേഷൻ എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ വന്ന ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം അവിടെ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. സോ ഐ ക്യാൻ റൈറ്റ് there is a centripetal force, it is MAC, that is mv²/r. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, വൃത്താകാരമായ ചലനം നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞോളൂ, അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ വൃത്താകാരമായ പാതയിലുള്ള ചലനം നടക്കില്ല. ഇത് പല രീതിയിലാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടുക. എക്സാമ്പിൾ, ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ എന്ന് പറയുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുക. ചന്ദ്രന്റെ സർക്കുലർ പാതയിൽ നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറണത് എന്നുള്ളതാണ്. ഭൂമിക്കും ചന്ദ്രനും ഇടയ്ക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. F = gm1m2/r² എന്ന് പറയുന്ന ഒരു ബലമുണ്ട്. ഈ ബലമാണ് കറങ്ങാൻ ആവശ്യമായ mv²/r ആയിട്ട് മാറുക. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങണം. ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങണമെങ്കിൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. കാരണം വൃത്താകാരമായ പാതയാണോ, ചലനത്തിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുക? അവിടെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആൾക്ക് ചാർജ് എന്ന സ്വഭാവമുണ്ട്, പ്രോട്ടോൺ എന്ന് പറയുന്ന ആൾക്ക് വേറൊരു ചാർജ് എന്ന സ്വഭാവമുണ്ട്. ഈ ചാർജുകൾക്കിടയ്ക്ക് ഒരു ബലം വരും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുക. അപ്പോൾ വൃത്താകാരമായ പാതയിൽ ചലനം നടക്കും. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കണം. എന്ത് പാതയാ? സർക്കുലർ പാത. ആരാണ് കല്ലിനെ സർക്കുലർ പാതയിൽ പിടിച്ച് നിർത്തുക? mv²/r. ആരാണ് ഇവിടെ കിട്ടുക? ഈ ചരടിലൂടെ ഒരു ബലം നമ്മുടെ കയ്യിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്, നമ്മളതിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. ടെൻഷൻ എന്നാണ് വിളിക്കുക. ആ ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് കല്ല് വൃത്താകാരമായ പാതയിൽ കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് സർക്കുലർ മോഷനിലും എങ്ങനെയെങ്കിലും ആരുണ്ടാവണം? mv²/r. ഒരു റോഡ് വളവുള്ള റോഡാണെങ്കിൽ വളവ് തിരിയുന്ന വാഹനത്തിന്, വളവ് തിരിയാന്ന് പറഞ്ഞ സർക്കുലർ മോഷന്റെ കഷ്ണാണ് കേട്ടാ. അപ്പൊ അവിടെയും ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. വളവ് തിരിയുന്ന വാഹനത്തിന് വളവ് തിരിഞ്ഞു പോകണമെങ്കിൽ, സേഫ് ആയിട്ട് പോകണമെങ്കിൽ ഒരു നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ മാത്രമേ വളവ് തിരിയാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെഹിക്കിൾസ്
on a circular road. ഒരു കർവ്ഡ് റോഡിലൂടെയുള്ള വാഹനത്തിന്റെ യാത്രയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെഹിക്കിൾസ് ഓൺ എ കർവ്ഡ് റോഡ്. എങ്ങനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുന്നത് നോക്കുക. കർവ്ഡ് റോഡിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്, ബാക്കി ഇപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് വളവ് എന്ന് വിചാരിച്ചോ. ആ വളവിനെ എന്തായാലും വളവ് ഒരു വൃത്തത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിന് റേഡിയസ് ഉണ്ടാവും. അവിടെ ഒരു വാഹനം വളവ് തിരിയുന്നു, ഇതാണ് വാഹനം എന്ന് വിചാരിച്ചോളൂ. ആ വാഹനത്തിന്റെ മാസ് എം ആണെങ്കിൽ ഭൂമിയിലേക്ക് വരയ്ക്കുന്ന എനിക്ക് ഇങ്ങനെ ബോർഡിൽ വരയ്ക്കാൻ പറ്റുള്ളൂ. mg എന്ന് പറയുന്നതിന്റെ വെയിറ്റ് ആക്ടിങ്. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന പേനയാണ് വാഹനമെങ്കിൽ, ഇതാണ് എന്റെ കൈയാണ് റോഡെങ്കിൽ, നേരെ താഴത്തേക്ക് mg ഉണ്ടാവും. അപ്പൊ നേരെ മുകളിലേക്ക് ആരുണ്ടാവും? നോർമൽ റിയാക്ഷൻ ആർ. ഭൂമിയിലേക്ക് കുഴിഞ്ഞ് വാഹനം പോകുന്നില്ല, മുകളിലേക്ക് പൊന്തി പോകുന്നില്ല. നെറ്റ് ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഈസ് 0. സോ ഐ ക്യാൻ റൈറ്റ് R ഈക്വൽ ടു mg. രണ്ടും തുല്യമാണ്, രണ്ട് ഡയറക്ഷൻ ചലനം. ഇനി വാഹനം വളവ് തിരിയുന്നു. നോക്കൂ, വളവ് തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു mv²/r ഉണ്ടാവണം. അതില്ലാതെ വളവ് തിരിയൽ നടക്കില്ല. ഈ വാഹനം വളവ് തിരിയുമ്പോൾ എവിടേക്കാണ് വാഹനം തെറിച്ചു പോകാനുള്ള സാധ്യത, സ്കിഡ് ചെയ്യാനുള്ള സാധ്യത? നല്ല വേഗതയിൽ വളവ് തിരിയുമ്പോൾ ആലോചിച്ച് നോക്കൂ. വളവ് തിരിയുന്ന സമയത്ത് നമ്മൾ വളവ് തിരിയുമ്പോൾ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, റോഡിൽ നിന്ന് വളവിന്റെ പുറത്തേക്കാണ് തെറിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ തെറിച്ചു പോകാതിരിക്കണമെങ്കിൽ ഗ്രൗണ്ടുമായി കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് തെറിച്ചു പോകുന്ന ഡയറക്ഷന് വിപരീതമായി ഒരു പിടിച്ചുവലി ഉണ്ടാവണം. അങ്ങോട്ട് തെറിച്ചു പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് ആരെങ്കിലും പിടിച്ചു വലിച്ചെങ്കിലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളവ് തിരിയുന്ന വാഹനത്തിന്റെ ഗ്രൗണ്ടുമായി കോണ്ടാക്ട് വരുന്ന ഭാഗം 4 ചക്രങ്ങളാണ്. ആ ചക്രങ്ങൾക്കിടയ്ക്ക് പുറത്തേക്കുള്ള തെറിച്ചു പോക്കിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഉള്ളിലേക്ക്, വൃത്താകാരമായ പാതയുടെ ഉള്ളിലേക്ക് ടയറിന്റെയും റോഡിന്റെയും സർഫസിലൂടെ വൃത്തത്തിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായേ മതിയാവും. ടയറും റോഡും കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരെന്താവും? ഫ്രിക്ഷൻ. അപ്പൊ നല്ല ടയറും ആ റോഡും തമ്മിലുള്ള ഘർഷണ ബലമാണ് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുക. മനസ്സിലായോ? സോ ഐ ക്യാൻ റൈറ്റ് mv²/r is equal to fs. fs പ്രൊവൈഡ് ചെയ്യും ഫ്രിക്ഷൻ. നമ്മൾ പോകുന്ന വാഹനത്തിന്റെ ടയർ മോശമാണെങ്കിലേ, വളരെ സ്മൂത്ത് ആയ ഒരു ടയർ ആണെങ്കിൽ, ഫ്രിക്ഷൻ കുറഞ്ഞ ടയർ ആണെങ്കിൽ, വളവ് നല്ല വേഗതയിൽ തിരിഞ്ഞാൽ വണ്ടി തല കുത്തി മറിഞ്ഞിരിക്കും, ഉറപ്പ്. അപ്പൊ റോഡിലൂടെ പോകുന്ന ടയർ നല്ല ടയർ ആയിരിക്കണ്ടേ? ടയറിൽ നല്ല ഫ്രിക്ഷൻ കിട്ടണമെന്നാണ് നല്ല ടയർ കൊണ്ട് പറഞ്ഞതിന്റെ അർത്ഥം. ആ ഫ്രിക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടയറുകളിൽ ഇങ്ങനെ ഗ്രൂവ്സ്, ചാലുകൾ ഇടുന്നത്, അല്ലെങ്കിൽ കുറെ കമ്പികൾ പോലെ സാധനങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. അതൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പിടുത്തത്തെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? സോ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ frictional force. When a car is moving on a curved road, the necessary centripetal force is provided by frictional force. So I can write from that figure mg is equal to r. And the second one balancing is mv²/r is the frictional force. But Fs is equal to mu s into r. You know, mu s into r le r endana mg ആണ്. So it is mu s into mg, that is equal to mv²/r. m get to cancel, so you get v² is equal to mu s into gr, that is v is equal to root of mu s into gr. This is the velocity of vehicle on a curved road. Root of mu s into gr. ഇത്രയും വലിയ വെലോസിറ്റിയിലേ പോകാൻ പാടുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ പോയാലേ തെറിച്ചു പോവും. സോ ദിസ് ഈസ് ദ മാക്സിമം വെലോസിറ്റി ഓഫ് എ വെഹിക്കിൾ ഓൺ എ കർവ്ഡ് റോഡ്. ഈ മാക്സിമം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് mu s into gr. അപ്പൊ ആ റോഡിലൂടെ, വളവിലൂടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പോവാം. ഒന്ന് മാക്സിമം ആയിട്ടുള്ള വേഗതയിൽ പോവാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ താഴെ പോവാം. അതുകൊണ്ട് വാഹനം സഞ്ചരിക്കേണ്ട സ്പീഡിന്റെ ഇക്വേഷൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം. v maximum ഒന്നുകിൽ ഈക്വൽ ടു
റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ജി ആർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് എഴുതാം. അതുകൊണ്ട് ഒരു വാഹനത്തിന്റെ കർവ്ഡ് റോഡിലൂടെ ഇക്വേഷൻ രണ്ടും കൂടി ചേർത്ത് ഇങ്ങനെ പറയാം, വി മാക്സിമം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ജി ആർ. നമുക്ക് നമ്മുടെ വാഹനങ്ങളിൽ പോകുമ്പോൾ വളവിൽ വേഗത കുറയ്ക്കാനാണ് ശരിയായ യാത്രയിൽ വേണ്ടത്. പക്ഷെ വേഗത കുറയ്ക്കാൻ നമുക്ക് താല്പര്യമില്ല. അതേ വേഗത്തിൽ വളവ് തിരിഞ്ഞു പോകാൻ പറ്റുമെങ്കിൽ നന്നായി. അതെങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. അതങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആളുകൾ ആരൊക്കെയാണ് തീരുമാനിക്കണം നോക്കണം. മ്യൂ എസ് ജി ആർ ഈ വിലകൾ കൂടിയാൽ വാഹനത്തിന്റെ വേഗത വളവിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാം. അതില് റേഡിയസ്, വളവിന്റെ റേഡിയസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ വളവ് നിവർത്തുകയാണെന്ന് അർത്ഥം. അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. ഒരു വളവ് വന്നു കഴിഞ്ഞാൽ വളവ് ഫിക്സഡ് ആണ്, റേഡിയസ് ഫിക്സഡ് ആണ്. ഞാൻ ചേഞ്ച് ജി 9.8 നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഉള്ളത് മ്യൂ എസ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് പ്രതലങ്ങൾക്കിടയ്ക്ക് വരുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വില തീരുമാനിക്കുന്ന കോൺസ്റ്റന്റ് ഉയർന്നതാണെങ്കിൽ ആ വാഹനത്തിന് നല്ല വേഗതയിൽ വളവ് തിരിഞ്ഞു പോവാം. അത് കുറവാണെങ്കിലോ കുറഞ്ഞ വേഗതയിൽ വളവ് തിരിഞ്ഞു പോകാൻ പറ്റും. നോക്കൂ, റബ്ബറിനും അതുപോലെ തന്നെ റോഡിന്റെ ഇടയ്ക്ക് ഈ കോൺസ്റ്റന്റ് വില, ഫ്രിക്ഷന്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടാണ് ടയറുകൾ നന്നായി നല്ല ഗ്രൂവ്സ്, നല്ല ചാലുകളുള്ള, നല്ല ഗ്രിപ്പുള്ള, നല്ല കട്ടകളുള്ള ടയറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കട്ടകൾ വരുമ്പോൾ അവിടെ പിടുത്തം കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് മ്യൂ എസ് ഇൻക്രീസസ്. ഫ്രിക്ഷൻ കൂട്ടുക എന്ന് മാത്രമേ എളുപ്പ വഴിയുള്ളൂ വളവ് തിരിഞ്ഞ വാഹനത്തിന് നല്ല സ്പീഡില് പോകാൻ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ല മൊട്ടയടിച്ചൊരു ടയർ, ഒരുപാട് കാലം ഓടിയൊരു ടയറാണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. കാരണം അവയ്ക്ക് റോഡ് വളവ് തിരിയുമ്പോൾ സർഫസുമായിട്ടൊരു ഗ്രിപ്പ് കിട്ടില്ല, അവിടെ സ്മൂത്ത്നെസ് ഉള്ളത് കൊണ്ട്. അപ്പൊ അത്തരം വാഹനങ്ങൾ വളവിലൂടെ പോകുമ്പോൾ തല കുത്തി മറിഞ്ഞ അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആക്സിഡന്റ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളവുകളെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ഹെയർ പിൻ വളവുകൾ വരുന്ന സ്ഥലത്ത് മോശപ്പെട്ട ടയറുള്ള ഒരു വാഹനമാണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ടയർ വണ്ടിയുടെ നമ്മൾ ചെക്ക് ചെയ്യും ആദ്യം തന്നെ, അല്ലെ? എല്ലാ കാര്യങ്ങളും നല്ല ടയറൊക്കെ ഇട്ടിട്ടേ നമ്മൾ പോകാറുള്ളൂ. അതിന്റെ കാരണം ഇതാണ്, വളവുകൾ വരുന്ന സ്ഥലത്ത് നമുക്ക് കൂടുതൽ നല്ല സേഫ് ആയിട്ടുള്ള ഒരു യാത്ര കിട്ടണമെങ്കിൽ ഫ്രിക്ഷന്റെ വില കൂടുതലായിരിക്കണം. ദിസ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷൻ. വെഹിക്കിൾസ് ആണ് കർവ്ഡ്. നോക്കൂ, ഇങ്ങനെ വാഹനങ്ങള് വളവ് തിരിഞ്ഞു പോകുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. ഫ്രിക്ഷൻ മാത്രമേ ഇവിടെ അത് വേഗത തീരുമാനിക്കുന്നുള്ളൂ. അതല്ലാതെ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയർമാർ വളവ് വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. റോഡിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും, ഇതാണ് ഗ്രൗണ്ട് ലെവലെങ്കിൽ, എന്റെ കയ്യിന്റെ സർഫസ് ആണ് ഗ്രൗണ്ട് ലെവലെങ്കിൽ, ആ റോഡ് ഒരു ഭാഗം ഉയർത്തിയിട്ടും, ഔട്ടർ സൈഡാണ്, തെറിച്ചു പോകുന്ന ഭാഗമാണ് ഔട്ടർ സൈഡ്, ആ ഭാഗം ഉയർത്തിയിട്ടും ഇന്നർ ഭാഗം താഴ്ത്തിയിട്ടുമാണ് റോഡ് ഉണ്ടാക്കുക. അങ്ങനെ വളവിൽ, റോഡിന്റെ ഔട്ടർ സൈഡ് ഇന്നർ സൈഡിനേക്കാൾ സ്വല്പം പൊക്കി ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ബാങ്കിങ്. നമ്മൾ ഉദ്ദേശിച്ച ബാങ്കിങ് അല്ല ഇവിടെ പറയുന്നത് കേട്ടാ. ആ പ്രോസസ് ഓഫ് റേസിംഗ് ഔട്ടർ എഡ്ജ് ഓഫ് എ റോഡ് ദാൻ ദ ഇന്നർ എഡ്ജ് ബൈ എ സ്മോൾ ആംഗിൾ വിച്ച് ഈസ് നോൺ ആസ് ബാങ്കിങ്. എല്ലാ വളവുകളും, ഹെയർ പിൻ വളവുകളും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ റോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉൾഭാഗം താഴ്ന്നിട്ടും ഔട്ടർ സൈഡ് കുറച്ച് പൊക്കിയിട്ടും അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ബാങ്കിങ്. എത്ര ആംഗിൾ ആണ് ഗ്രൗണ്ടുമായിട്ട് ചരിച്ചത് അതിനെ വിളിക്കുന്ന പേര് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്നാണ്. അങ്ങനെ ചെയ്തത് കൊണ്ടുള്ള ഗുണം, അത്തരം റോഡിലൂടെ വാഹനങ്ങൾക്ക് കുറേ കൂടി നല്ല സ്പീഡിൽ കറങ്ങി പോകാൻ പറ്റും. അപ്പൊ വളവുകൾ എപ്പോഴും ബാങ്ക് ചെയ്തുണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് വാഹനത്തിന്റെ ടയർ സ്വല്പം മോശമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വേഗതയിൽ വളവ് തിരിഞ്ഞു പോകാൻ സാധിക്കും. മനസ്സിലായല്ലോ? അടുത്ത ടോപ്പിക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് നടത്തിയ ഒരു വളവിൽ വാഹനത്തിന്റെ സ്പീഡ് എത്രമാത്രമാണ്. നമുക്ക് ബാങ്കിങ് ഇങ്ങനെ ചെരിവ് വരുന്തോറും ഗുണം എന്ന് നോക്കിക്കോളൂ. ഒരു സൈഡ് ചെരിച്ചാൽ തെറിച്ചു പോകുന്ന ടെൻഡൻസി കുറയാൻ. അങ്ങനെ റോഡ് ചെരിച്ച് റോഡ് ഇങ്ങനെ നിർത്തിയാലോ 90 ഡിഗ്രിയിൽ, അതിന് ഒരിക്കലും അപ്പുറത്തേക്ക് തെറിച്ചു പോവില്ല. 90 ഡിഗ്രിയിലൊക്കെ റോഡ് നിൽക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ? ഈ മരണക്കിണർ, സർക്കസ് ഒക്കെ പോയാലേ മരണക്കിണറിൽ വാഹനം ഓടിക്കണ കണ്ടോളൂ. എത്ര സ്പീഡിലാണ് ആ വാഹനങ്ങൾ കറങ്ങി റിങ്ങിലൂടെ കറങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ? റിങ്ങാണ് അവിടെ റോഡ്. റിങ്ങുമായ വാഹനത്തിന്റെ ടയറും തമ്മിലുള്ള ആംഗിൾ എത്രയാ? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത് വാഹനം, അല്ലെ? അപ്പൊ ബാങ്കിങ് 90 ഡിഗ്രി കൊടുത്ത സർക്കാർ മരണക്കിണറൊക്കെയാണ്. ഒരിക്കലും തെറിച്ചു പോവില്ല, ഉറപ്പാണ്. പക്ഷെ നമുക്ക് നോർമൽ റോഡിൽ അത്രയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ചെറിയ ആംഗിൾ മാത്രം റേസ് ചെയ്യാറ്. ആ ചെറിയ ആംഗിളിനാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്.
അടുത്ത ടോപ്പിക്കോടുകൂടി ക്ലാസ് ഈ ചാപ്റ്റർ തീരും, ലോസ് ഓഫ് മോഷൻ. ഇപ്പൊ ഏകദേശം 8 മണി കഴിഞ്ഞു. സെക്കൻഡ് ഇയറിന്റെ പ്രാക്ടിക്കൽ ഇന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.